ഹലോ ഫ്രണ്ട്സ്, ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ നാൻ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് കണ്ടുനോക്കാം. അപ്പം നമുക്ക് ബട്ടർ നാൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഈ ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് മൈദ ചേർക്കാം. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതിലോട്ട് 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കനോല ഓയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ, ഓലിവ് ഓയിലൊന്നും ഉപയോഗിക്കരുത്, അത് ഇതിന് ടേസ്റ്റ് സ്യൂട്ടാവില്ല. ഇനി നമുക്കിതിനെ കുഴച്ചെടുക്കാം. അതിനാവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള വെള്ളമാണ്. ഒരുപാട് അങ്ങോട്ട് ആദ്യം തന്നെ ഒഴിക്കരുത്. കുറേശ്ശെ ആവശ്യമനുസരിച്ച് വേണം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കൂടുതൽ ആദ്യമേ ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പം ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കുഴയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഇപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഏകദേശം ഞാൻ 1/2 കപ്പ് പ്ലസ് ഒരു കുറച്ചുകൂടെ വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അത് ഓരോ ബ്രാൻഡ് മൈദ അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. അതുകൊണ്ട് ഞാൻ കൃത്യമായൊരു കണക്ക് ഞാൻ ഇതിൽ പറയുന്നില്ല. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഡോ ആയി കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു സ്റ്റിക്കിനെസ് ഉണ്ട് എന്നും പറഞ്ഞ് ഭയങ്കര ഓവർ സ്റ്റിക്കി ഒന്നുമല്ല. നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി ഇതിനെ ഒരു 5-6 മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഓയിൽ എത്തുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് കവർ ചെയ്ത് വെക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റെങ്കിലും കവർ ചെയ്ത് വെക്കാം, ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 10 മിനിറ്റ് കവർ ചെയ്യുമ്പം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഓയിൽ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കുറച്ച് ഓയിലിട്ട് കൊടുക്കുന്നത്. ഒരു കാസ്റ്റ് അയൺ പാനിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് ആ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഷേപ്പിലും അതേ ടെക്സ്ചറിലും കിട്ടുക. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ നോൺ സ്റ്റിക്ക് പാനിലും ചെയ്യാം. ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ നമുക്ക് ആ ഒരു ലുക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ ഇതിനെയും പരത്തെടുക്കാം. കുറച്ച് മൈദമാവ് ഇട്ട് കൊടുത്ത് നമുക്ക് പരത്തെടുക്കാം. പക്ഷേ ചപ്പാത്തി റൗണ്ട് ആണെങ്കിൽ നാൻ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പം ഒരു ഓവൽ ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഓവൽ ഷേപ്പിലാണ് ഞാനിവിടെ പരത്തുന്നത്. അപ്പോൾ ഈ പരത്തുന്ന സമയം കൊണ്ട് നമ്മളുടെ കാസ്റ്റ് അയൺ തവ നല്ല ചൂടായിട്ടുണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്കിത് കറക്റ്റായി കിട്ടുള്ളൂ. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിലും ഒരല്പം കൂടെ കട്ടിയിൽ വേണം പരത്താനായിട്ട്. എന്നും പറഞ്ഞു ഭയങ്കര ഓവറായിട്ട് കട്ടിയാവാനും പാടില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതുപോലെ ഞാൻ വെള്ളം കൊണ്ട് നന്നായിട്ട് ബ്രഷ് ചെയ്യുകയാണ് എല്ലാ ഭാഗത്തും. ഈ ഒരു സൈഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വെള്ളം കൊണ്ട് ബ്രഷ് ചെയ്യുക. ഇതെന്തിനാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ആ തന്തൂർ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തന്തൂറിൻ്റെ അതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടിയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് തന്തൂർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാസ്റ്റ് അയണിൽ ഇങ്ങനെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാസ്റ്റ് അയൺ തവ നല്ല ചൂടായിട്ടുണ്ട്. എപ്പോഴും ഒരു മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതിന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് പരത്തി വെച്ചിട്ടുള്ള ഈ നാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ വെള്ളം തേച്ച ഭാഗമാണ് താഴെ വരുന്നത്. ഈ മുകൾ ഭാഗത്ത് വെള്ളം ഇല്ല കേട്ടോ, ആ താഴത്തെ ഭാഗത്ത് വേണം വെള്ളം, എന്നാലാണ് അതിങ്ങനെ ഒട്ടിയിരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ വന്ന് തുടങ്ങും. ഇങ്ങനെ കുമിളകൾ വന്ന് തുടങ്ങുമ്പം ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളിതിന് തിരിച്ചിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ഈ വെള്ളം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വെള്ളം ഇട്ടാലും നോൺ സ്റ്റിക്ക് അല്ലേ, അതങ്ങനെ ഒട്ടിയൊന്നും ഇരിക്കില്ല. സാധാരണ പോലെ തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് ആ ഒരു തന്തൂർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കാസ്റ്റ് അയണിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തിരിച്ചിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും തിരിച്ച് വയ്ക്കാം. വീണ്ടും ഇങ്ങനെ തിരിച്ചിങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ അത് കരിഞ്ഞു പോകാണ്ടും നോക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് തീ കൂട്ടാട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരിയും കൂടി തീ കൂട്ടി വെക്കാം. അപ്പോഴായിരിക്കും എല്ലാ ഭാഗത്തും ആ കുക്ക്ഡായി കിട്ടാൻ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കിട്ടുന്ന നാനിലത്തെ ആ ഒരു സ്പോട്ട്സ്, ഒരു ബ്രൗണിഷ്, ഒരു ചെറിയൊരു ബ്ലാക്കിഷ് സ്പോട്ട്സ് കാണുമല്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ചെയ്യുമ്പോൾ. ഇപ്പോൾ നല്ല കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും എളുപ്പത്തിൽ കുക്കായൊന്നും കിട്ടില്ല. പക്ഷെ എന്നും പറഞ്ഞാൽ ഒരുപാട് സമയവും എടുക്കില്ല. പക്ഷെ ക്ഷമയോടെ സമയമെടുത്ത് കുറേശ്ശെ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. എപ്പോഴും ഒരു മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. മറ്റേ ഇത് തന്തൂർ പോലെ തിരിച്ച് വെച്ച് ചെയ്യുമ്പോൾ മാത്രം കുറച്ച് ചൂട് വേണമെങ്കിൽ കൂട്ടി വയ്ക്കാം. അപ്പോൾ ഇത് ബട്ടർ നാൻ ആയതുകൊണ്ട് ആവശ്യത്തിന് ബട്ടറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് നാൻ ആയിട്ടുണ്ട്.
റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെർഫെക്റ്റ് ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും റെസ്റ്റോറൻറ്റ്സിലൊക്കെ സെർവ് ചെയ്യുന്ന അതേ ലുക്കായിട്ടില്ലേ. ഇതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലൊക്കെ അതുപോലെ തന്നെയുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ ആണെങ്കിൽ വളരെ സോഫ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല വീട്ടിലുണ്ടാക്കിയതാണ്. അത്രയും റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന അതേ സ്വാദും അതേ ടെക്സ്ചറും ഒക്കെയാണ്. ഇതിപ്പോൾ മുറിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാകും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ ഇരിക്കും. പിന്നെ ബട്ടർ നാൻ നമ്മളത് എവിടെ നിന്ന് ഏത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചാലും നിങ്ങൾക്കറിയാം ചൂടോടുകൂടി കഴിക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ റബ്ബർ പോലെയാവും. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.